ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞു തരണ്ടോ. അത് നമ്മളെ ഇന്നോവ ഫോർച്യൂണർ. അപ്പോൾ ഇതിനകത്ത് എ സിയിൽ റിയറിൽ എ സി വരും. റിയൽ എ സി വരാത്തതുണ്ട് കേട്ടോ. ഇന്നോവ റിയറിൽ എ സി വരാത്തതുണ്ട്, പക്ഷേ റിയറിൽ എ സി വരും. അപ്പോൾ ഈ റിയറിൽ എ സിക്ക് തണുപ്പ് കുറവോ, അതായത് ആ ഒരു വെൻറ്റിൽ നിന്ന് കാറ്റ് കുറവൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നു കേട്ടോ. ഫ്രണ്ടിൽ ഓൾറെഡി എ സി ഉണ്ട്, അതേപോലെ തന്നെ റിയൽ അതേപോലെ തന്നെ എ സി ഉണ്ട് കേട്ടോ. അത് സെപ്പറേറ്റ് ഫ്രണ്ടിലത്തെ എ സി വലിച്ചിട്ടല്ല വരുന്നത്, സെപ്പറേറ്റ് ഇവാപറേറ്റർ കാര്യങ്ങളും റിയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, ഇന്നോവയ്ക്കും ഫോർച്യൂണറൊക്കെ. അപ്പോൾ അതിനകത്ത് ഒരു സ്മെല്ല് വരിക, അല്ലെങ്കിൽ എ സിക്ക് കൂളിങ് കുറയുക, അത് തണുപ്പ് ആ ഒരു ഫ്ലോ ഇല്ലാത്തതുകൊണ്ടാണ് തണുപ്പ് കിട്ടാത്തത്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ് ഇന്നോവേൻ്റെ റിയറിലെ എ സിൻ്റെ ഇവാപറേറ്റർ കേട്ടോ, കൂളിംഗ് ഓയിൽ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു സാധനം അടഞ്ഞു കഴിഞ്ഞാലാണ് തണുപ്പ് കുറവ്, ആ ഒരു കാറ്റിൻ്റെ എയറിൻ്റെ ഫ്ലോ കുറയുക ഒക്കെ വരുന്നത്. അപ്പോൾ ഇതുണ്ടോ, അഴുക്ക് കയറി പിടിച്ചിട്ടുണ്ടോ, ഇത് നല്ലപോലെ അഴുക്ക് കയറി. ഇതിനകത്ത് ഫിൽറ്ററും കാര്യമില്ല, ഫ്രണ്ടിൽ നമുക്ക് ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫിൽറ്ററും കാര്യങ്ങളില്ല, ഡയറക്റ്റ് ഇതിലേക്ക് കയറി പിടിക്കുക. ഇത് ഫ്രണ്ടിൽ അത്ര ബ്ലോക്ക് ആവണ പോലെ പെട്ടെന്ന് ഇത് ബ്ലോക്ക് ആവില്ല കേട്ടോ. അപ്പോൾ ഇത് ലീക്കായിട്ട് മാറിയാണ്. പക്ഷെ ഇതിനകത്ത് ഉണ്ടോ അഴുക്ക് നല്ല കയറി പിടിച്ചിട്ടുണ്ടോ, ഇത് നല്ലപോലെ അഴുക്ക് കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് എയർ വരില്ല. അതുകൊണ്ടാണ് ആ എയറിൻ്റെ ശക്തി കുറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാനുള്ള മെത്തേഡാണ് ഇത് അഴിച്ച് ക്ലീൻ ചെയ്യാം, വാട്ടർ വാഷ് ചെയ്യാം. അതായത് ഈ അഴുക്കും കാര്യങ്ങളൊക്കെ നല്ലപോലെ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പഴയ എയർ ഫ്ലോ ഉണ്ടല്ലോ, പഴയ എഫിഷ്യൻസി കിട്ടും, കൂളിങ്ങും കാര്യങ്ങളും കിട്ടും, എയറിന് നല്ല ഫ്ലോയും കാര്യങ്ങളും കിട്ടും. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഫിൻസും കാര്യങ്ങളും നല്ലപോലെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നല്ലപോലെ ഒടിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാറ്റാവും ബെറ്റർ. കാലപ്പഴക്കം കാരണം ഇത് മാറ്റാൻ ബെറ്റർ. പിന്നെ നമ്മളത് ക്ലീൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ലീക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും, പിന്നെ കഴിക്കണം. മാറ്റുന്നവർക്ക് മാറ്റാം, ഞാൻ പറഞ്ഞു കേട്ടോ, മാറ്റുന്നവർക്ക് മാറ്റാം, അല്ലാത്തവർക്ക് ക്ലീൻ ചെയ്തിടാം. ഈ ഫിൻസ് നല്ലപോലെ പോയി കഴിഞ്ഞാലും ആ എയറിൻ്റെ അത് കൂളിങ് കിട്ടില്ല, എയർ കിട്ടും പക്ഷെ ആ കൂളിങ് ആണ് കിട്ടില്ല. ചിലപ്പോൾ ജസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മാസം 3 മാസം അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലീക്കാൻ സാധ്യത കൂടുതൽ. അത് നല്ലപോലെ പഴക്കമുണ്ടെന്നുണ്ടെങ്കിൽ, ഇതുവരെ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് മാറ്റി കൊടുക്കാൻ ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എ സി ബാക്കിൽ റിയൽ എ സിക്ക് സ്മെല്ലോ കാര്യങ്ങളോ അതോ എയറിൻ്റെ ഫ്ലോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യട്ടോ. നല്ലപോലെ അഴുക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് കാര്യങ്ങളും വരുള്ളൂ കേട്ടോ. നമ്മൾ റിയറിലെ എ സി, നമ്മൾ ഇന്നോവൻ്റെ റിയൽ എ സിക്ക് അഴിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചാനൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, ഇതെങ്ങനെ അഴിക്കുക മാറ്റുക എന്നുള്ളതൊക്കെ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ ഉണ്ട്, വീണ്ടും